ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെടാറുണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രീമിൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ കുറേ ദിവസം ഞാൻ റിസർച്ച് ചെയ്തതിന് ശേഷം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു നല്ലൊരു ക്രീമാണ്. നമ്മുടെ അടുക്കളയിലുള്ള വെറും 2 സംഭവങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീം. ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറ്റി കറുത്ത പാടുകൾ, കറുത്ത നിറമൊക്കെ റബ്ബർ മായ്ച്ചതുപോലെ മായ്ച്ച് കളയാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതും നമുക്ക് കുട്ടികൾക്ക് പോലും ഇത് യൂസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. ഹായ് ഡിയേഴ്സ്, സാരിയാണ് ഫ്രം മാരിസോൺ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ക്രീമാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും ക്യാരറ്റ് വേണ്ട, നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വലിയ ക്യാരറ്റ് എടുത്താൽ മതി കേട്ടോ. എനിക്ക് കുറച്ച് സംഭവങ്ങൾ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അധികമായിട്ട് ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ക്യാരറ്റ് ഒന്ന് നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് കയ്യിൽ വെച്ച് ചെയ്യുന്ന ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ചോപ്പറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മൾ ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റാനും നിറം വർദ്ധിക്കാനും ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിനകത്തേക്ക് നികക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാരറ്റ് മുകളിലായിട്ട് എണ്ണ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ക്യാരറ്റ് എടുത്താൽ മതി, കുറച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ക്യാരറ്റ് എടുത്തിട്ട് അതെ, നമ്മുടെ ആമസോണിൽ ഇപ്പോൾ സമ്മർ സെയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസയൊക്കെ കുറച്ചിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 5 പ്രോഡക്റ്റ് ഇതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇത് വന്നിട്ട് നമ്മുടെ ഒരു കളർ ഹൈലൈറ്ററാണ്. ഇപ്പോൾ ഒരു 4 ഷെയ്ഡിലുള്ള ഹൈലൈറ്ററാണ് കേട്ടോ. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകതയല്ലേ. പിന്നെ വന്നിട്ടുള്ളത് ഇത് ഐ ഷാഡോ പാലറ്റാണ്. ഇത്രയും കളേഴ്സൊക്കെ കൂടിയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഷെയ്ഡുകളും ഇതിലുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡ്രസ്സിൻ്റെയൊക്കെ സംഭവങ്ങൾക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി, അധികം റേറ്റ് ഒന്നുമില്ല, നമ്മുടെ കൊക്കിലും പോക്കറ്റിലൊക്കെ ഒതുങ്ങുന്ന രീതിയിലുള്ളതാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പെൻ ടൈപ്പിലുള്ള ഐലൈനറാണ്. വാട്ടർ പ്രൂഫാണ്, നല്ലതാണ് കേട്ടോ. പിന്നെ ഉള്ളത് കണ്ടില്ലേ, നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ്. പിന്നെ ഉള്ളത് മാം എർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കൂടിയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് നാം താഴത്ത് കൊടുക്കാം. ഇതൊരു ഫൗണ്ടേഷനാണ് കേട്ടോ, വാട്ടർ പ്രൂഫ്. നികക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച ക്യാരറ്റ് ഒരു 24 മണിക്കൂർ അനക്കാതെ അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ച് ക്യാരറ്റ് നന്നായിട്ട് പിഴിഞ്ഞ് ഓയിൽ മാത്രം എടുക്കുക കേട്ടോ. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓണാക്കിയെന്ന് വിചാരിച്ചു. എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ചധികം ഓയിലുണ്ട്, കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ക്രീമിൻ്റെയും അതുപോലെ തന്നെ ഓയിലിൻ്റെയൊക്കെ സെയിലുള്ളത് കൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഈ ഒരു കുപ്പിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ ഓയിൽ ഇതുപോലെ ഇതിനകത്തുനിന്ന് നമ്മൾ ക്യാരറ്റ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്കാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതേ അളവിൽ നിങ്ങൾ ക്യാരറ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 1 സ്പൂണാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള അലോവേരയുടെ ജെല്ലാണ്. വീട്ടിലുണ്ടാക്കുന്ന അലോവേരയുടെ ജെല്ല്, അതായത് എന്താ പറയുക, ഒറിജിനൽ അലോവേരയിൽ അപ്പം തന്നെ എടുത്തുണ്ടാക്കുന്നത് ഇതേപോലെ സ്റ്റോർ ചെയ്തൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കലൊന്നും ഇല്ലാത്ത അലോവേരയുടെ ജെല്ല് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ഓയിലിൻ്റെ അതേ അളവിൽ അലോവേര കൂടി ചേർത്തിട്ട് ഇതുപോലെ കൈയെടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ഓയിലും കൂടി ഒരു ടാബ്ലറ്റ് കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല, എനിക്ക് കുറച്ച് എണ്ണമയം ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഒരു വൈറ്റമിൻ കൂടി ഉപയോഗിച്ചിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മിക്സ് ചെയ്യുന്തോറും ഒരു
ക്രീമി ഫോമിലേക്ക് ഇത് വരുന്നത് കാണാം. നല്ല ഭംഗിയിൽ, നല്ലൊരു കളറിൽ, നല്ലൊരു ക്രീമി ഫോമിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്നത് വരെ നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു അളവിൽ കൂടുതലായിട്ട് ഓയിലോ അല്ലെങ്കിൽ അലോവേരയോ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല എന്നുള്ള കാര്യം ഓർത്ത് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ക്രീം നമുക്ക് പുറത്ത് തന്നെ വെക്കാം. അതായത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാതെ റൂം ടെമ്പറേച്ചറിൽ പുറത്ത് തന്നെ വെക്കാം കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് രാത്രി കാലത്താണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആയിട്ടൊരു സർക്കുലർ മോഷനിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്ത് പോകുന്നത് കാണാം. രാവിലെ എണീക്കുമ്പോഴേക്ക് നമ്മൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രീമാണ്. കൂടാതെ ക്യാരറ്റ് ഓയിലും നമുക്ക് നല്ലതാണ്. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും നല്ല കളർ വയ്ക്കാനും കറുത്ത പാടുകളൊക്കെ പോകാനും നല്ലതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ക്യാരറ്റ് ഓയിലിൻ്റെ സെയിലും നമുക്കുണ്ട്. അതിനാവശ്യമുള്ളവരും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും ഒരു പ്രത്യേക ഒരു വൈറ്റനിങ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്ത ആ ഒരു ഫീല് പോലും നമുക്ക് കിട്ടില്ല. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുന്നതും കാണാം. ഇത് നമുക്ക് കുട്ടികൾക്ക് പോലും യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെറും മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു നല്ലൊരു ക്രീം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ ഗുണം ഒരുപാടാണ്. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. അതുപോലെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. വെറും 1-2 സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതാണ്. അതും ഒരു ക്രീം പോലെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ ഷെൽഫിലോ ഒക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരു കാര്യം പറയട്ടെ, ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ ചോദിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം മാരി 7. താങ്ക്